ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ആസിഫ് അലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ ടിക്കി ടക്കയുടെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രോഹിത് VS ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതായത് നമ്മുടെ കളയൊക്കെ സംവിധാനം ചെയ്ത സെയിം ആൾ തന്നെയാണ്. ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഫിറോസ് നജീബ്, നിയോഗ്, യദു പുഷ്പകർ, ഇവർ മൂന്നുപേരും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയുള്ള ഒരു ആസിഫ് അലിയുടെ ചിത്രമാണ്. എന്തായാലും ഈ ചിത്രത്തിന് ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ടൊന്ന് കണ്ടു നോക്കാം. എന്തായാലും കൊള്ളാം, നല്ല കിടുക്കൻ ഒരു ടീസറായിരുന്നു. എന്തായാലും ഒരു അടിപ്പിടി പടം പ്രതീക്ഷിക്കാം. ആസിഫ് അലിയുടെ ഒരു വലിയൊരു തിരിച്ചുവരവാകട്ടെ. നമ്മുടെ കളയൊക്കെ പോലെ അതേ റേഞ്ചിലുള്ള ഒരു ആക്ഷൻ മൂഡിലുള്ള പടമാണെങ്കിൽ ആസിഫ് അലിയുടെ വെറൈറ്റി അടി കാണാൻ പറ്റും. ആസിഫ് അലിയുടെ അങ്ങനെ ഒരു ഫുൾ ആക്ഷൻ ബേസ്ഡ് ഒരു പടം അങ്ങനെ ഇറങ്ങിയിട്ടുമില്ല. ഒന്ന് രണ്ട് പടമുള്ളൂ, അതൊക്കെ വളരെ പരാജയമായിരുന്നു. ഇത് പക്ഷേ അത് കണ്ടിട്ട് ടീസർ കണ്ടിട്ട് നല്ല പൊളി സാധനമാണെന്ന് തോന്നുന്നു. ആസിഫ് അലിക്ക് വളരെ വൻ തിരിച്ചുവരവ് നടത്താൻ പറ്റിയ, കാരണം വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇതിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന റോളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുപോലെ തന്നെ ആസിഫ് അലിക്കൊപ്പം തന്നെ ലുക്മാനും വാമിക ഗബ്ബിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രം ടീസർ കണ്ട പോലെ എനിക്ക് അടിപ്പടമായിട്ടാണ് തോന്നുന്നത്. നല്ല ആക്ഷൻ, നല്ല പ്രാധാന്യമുള്ള ഒരു പടമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും ആസിഫ് അലി അതിനകത്ത് പൊളിയായിട്ടുണ്ട്. ആസിഫ് അലി ആ മഴയത്തു നിന്നുള്ള ഇടിയുടെ ചെറിയൊരു ആക്ഷനൊക്കെ കാണിച്ചത് വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു ആസിഫ് അലി ചിത്രമാണ്. ആസിഫ് അലിയുടെ ഇപ്പം വേറൊരു പടം കൂടെ വരുന്നുണ്ടായിരുന്നു, തലവൻ. അതും നല്ലൊരു പ്രതീക്ഷയുള്ള പടമാണ്. എന്തായാലും ഈ രണ്ട് പടങ്ങളും ഹിറ്റാവാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.